സാരില്ലെന്ന് ഭംഗിയിലൊക്കെ എന്തിരിക്കുന്നു. അതെ, ആരോഗ്യം അതാണ് നമുക്ക് വേണ്ടത്. ബിരിയാണി പോട്ട് ഇങ്ങനെ ചൂടായിട്ടുണ്ട്. 1 2 മണം തന്നെയുണ്ട് പുറത്തേക്ക്. സൂപ്പർ. അച്ചാർ പീസ് വേണോ? വേണ്ട, അച്ചാർ പീസോ? അപ്പൊ അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് കുക്കിംഗ് ആരംഭിക്കുകയാണ്. അപ്പൊ ഞാനാണ് ഫസ്റ്റ് വെട്ടൽ നുറുക്കൽ കാര്യങ്ങളോട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോണത്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതൊരു നല്ല കറിയായി മാറാനായിട്ട് ചാൻസ് കാണുന്നുണ്ട്. കാരണം ചേട്ടന്റെ കയ്യപ്പോഴുകൂടിയാണ് തുടങ്ങുന്നത്. അപ്പൊ ഇന്നാണ് ചേച്ചിയും ചേട്ടനും അഞ്ജലിയും 2ാമത്തെ വീഡിയോ 3ാമത്തെ വീഡിയോ പറയണേ അല്ലെ, വൈകുന്നേരമാണ് അവര് വരണേ. ആൽവിനില്ല. അതന്നെ. അപ്പൊ അവനില്ല. അപ്പൊ ആൽവിനെ നല്ല രീതിയിൽ മിസ് ചെയ്യും. കാരണം ആൽവിനെ മിസ് ചെയ്യുമായിരിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ആൽവിൻ? 2ാമത്തെ പ്രാവശ്യം. അതന്നെ. അപ്പൊ അവര് വരുന്നത് വൈകുന്നേരമാണ് കേട്ടാ. അപ്പൊ കുറെ ചോറും കറിയും ആ ഒരു രീതിയിലല്ല പ്ലാൻ ചെയ്തേക്കണേ. നെയ്ച്ചോറും ചിക്കൻ കറി, പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയില്ലേ ആ എന്തായിരുന്നു കേട്ടാ, ഇഞ്ചമ്പുളി, അങ്ങനത്തെ ചെറിയ സെറ്റപ്പ്. അതാണ് ഞങ്ങളുടെ പ്ലാനിങ്. അപ്പോൾ സെറ്റപ്പ് ഉദ്ഘാടന കർമ്മം സന്ധ്യ ഓൾറെഡി നിർവഹിച്ചു. അത് എന്നോടും കൂടി പറയാമായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പൊ ചിക്കൻ നുറുക്കാണ്ടാണ് ഇപ്രാവശ്യം മേടിച്ചായിരുന്നേ. അതെ, ഞങ്ങൾക്ക് ഇങ്ങനെ ചില പീസുകൾ മാത്രമായിട്ടൊക്കെ തിന്നണം തോന്നുമ്പോ അതിന് തൂക്കി എടുക്കുമ്പോ ഒക്കെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ചെറിയ ചെറിയ പീസായിട്ട് കുറച്ച് മതി. ഭയങ്കര ചെറുതല്ല. അച്ചാർ പീസ് വേണോ? വേണ്ട, അച്ചാർ പീസോ ചിക്കനിലോ ഭയങ്കര കുഞ്ഞിതല്ല, എന്നാലും ചെറിയൊരു വലിപ്പം വേണട്ടാ. അത് ചെറുതായി പോയി, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ മരമുട്ടിമ ആദ്യമായിട്ടാണ് ഇത് വെക്കണേ. ഞാനിത് ഈ മരമുട്ടിമ ഇറച്ചി നുറുക്കരുത് എന്ന് മനസ്സിൽ വിചാരിച്ചായിരുന്നു. ഒന്നുമില്ല, നമ്മുടെ മറ്റേ മുട്ടിമ ഇതാക്കാന്ന്. പക്ഷെ ഇത് പാട് വരൂലേ? നല്ല പാട് വരേണ്ടതായിരുന്നു. അത് നമ്മള് ഓട്ടോമാറ്റിക്കലി ഏത് സൈഡിലാ സ്ക്രാച്ച് നോക്കിയിട്ട് ആ സൈഡില് മാത്രം വെട്ടി വെട്ടി പോവാം. കുഴപ്പമില്ലോ. ഇല്ല, സൂക്ഷിച്ചു വരണേ, എല്ലാവരുടെയും തെറിക്കും. പുറത്ത് വെച്ചാട്ടായിരുന്നു. എന്താ ഒന്നുമില്ല, പറ. ഇല്ല, എന്തോ പറയാൻ വന്നു. ഇല്ല, ഒന്നും പറയാനില്ല. അപ്പൊ ഞാനേ നമ്മുടെ ചോറ് റെഡിയാക്കാനുള്ള പരിപാടികൾ തുടങ്ങട്ടെ. ചേട്ടനപ്പൊ ഈ ചിക്കൻ വെട്ട്. ചിക്കനും സെപ്പറേറ്റാ? കറിയായിട്ടും അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണേ? കറിയായിട്ടാ ഉദ്ദേശിക്കണം. എല്ലാം ഞാനൊക്കെ ഒരു ഗ്രേവി ഉള്ളൊരു കറി അങ്ങനെ അപ്പൊ മിടു അരിയുടെ പരിപാടി കൊടുക്കുന്നു. ചിക്കന്റെ പരിപാടി മറ്റേ ജീരകശാലയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. മാറുമോ? അത് ഞാൻ ലാസ്റ്റ് എല്ലാം മുറിക്കോടി ഇട്ടോ, അത് ലാസ്റ്റ് കഴുകാം. എത്ര ആളുടെ എണ്ണം നോക്കണി? ആളുടെ എണ്ണം പറഞ്ഞാൽ നമ്മളങ്ങനെ അധികം കഴിക്കൂലോ. നമ്മുടെ എണ്ണം കുറച്ച് കൂട്ടിക്കോ. അങ്ങനെ എന്നാലും നമുക്ക് ഇച്ചിരി കഴിക്കാലോ. ഇപ്പൊ അത്ര ഇപ്പൊ നമുക്ക് ചിക്കൻ കഴിക്കാം, റൈസ് കഴിക്കാൻ. എന്തായാലും നമ്മൾ അതിന് മാത്രമുള്ളൊന്നും കഴിക്കില്ലല്ലോ. എന്തായാലും 1.5 ഗ്ലാസ് അരി ഇടാം. നേരത്തേക്ക് ഇതിലേക്ക് തീർച്ചൂട്ടോ, എന്താ പറയണ്ടേ? 1.5 ഗ്ലാസ് അരി എടുത്ത് ഒന്ന് കഴുകട്ടെ കേട്ടോ. നമ്മുടെ ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത പുതിയ സാധനം കൊണ്ടുവന്നിട്ടാ. ഈ ക്യാമറ എങ്ങനെ വെച്ചേക്കണേ? എന്നെ കാണൂ? ക്യാമറ ഇങ്ങോട്ട് തിരിയൂ, ഞങ്ങള് കാണാൻ പറ്റുന്നുണ്ടോ? അതിപ്പോഴാണ് നമ്മള് കാണാൻ വരണേ. ഞങ്ങളെ കാണുന്നുണ്ട്. കൊറേ പേര് പറഞ്ഞു വീട് വണ്ണം കുറയ്ക്കാത്ത നിർത്തൂ, ഡയറ്റ് നിർത്തൂ, കുറെ പേര് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അത്
നമുക്ക് ഫുഡ് കുറയ്ക്കുമ്പോ നമുക്കൊരു വെയിറ്റ് ലോസ് നല്ലോണം ഉണ്ടാവും, മുഖമൊക്കെ മാറും, ഭംഗിയൊക്കെ പോകുന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, അങ്ങനൊക്കെ തന്നെയായിരുന്നു മുമ്പ്. വല്ല ചേട്ടന്റെ എക്സ്പീരിയൻസ് പറ. എന്റെ കാര്യമല്ല, നിന്റെ കാര്യം പറയണ്ട. അല്ല ചേട്ടന്റെ കാര്യം അങ്ങനെയല്ല. ശരിയല്ലോ, ചേട്ടന്റെ കാര്യം പറഞ്ഞില്ല. എല്ലാരും പറഞ്ഞില്ല. ചേട്ടൻ നിർത്താറായിട്ടില്ല, അതുകൊണ്ടായിരിക്കും. അതെ, നമ്മളെ കുറയ്ക്കണമെന്നില്ല. ആ ഡോക്ടർ പറയും നമ്മൾ ആ ലെവല് വരെ നോക്കാണ്ട് ആ ലെവല് വരെ നോക്കാണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞ വെയിറ്റ് ഒരു മാസത്തിനുള്ളിൽ അതുപോലെ തന്നെ കയറി വരും. അല്ലെങ്കിൽ അത്രയും ഭയങ്കര കൺട്രോൾ ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആളായിരിക്കണം. മിഡു അങ്ങനെയല്ല, നന്നായിട്ട് കഴിക്കും. ആ ഗ്രേസ് വിളിച്ചതാ. ഗ്രേസ് നിങ്ങൾ എപ്പോഴാ വരാ എന്ന് ചോദിച്ച്. ഇമ്മാനവിടെ ഇല്ലാന്ന് തോന്നുന്നു. ബോറടിക്കില്ല, അവർക്ക് അപ്പൊ ചേട്ടൻ എന്തോ പറയണേ കേട്ടു, കഴിക്കണ ആളാണെന്നോ. എന്തിട്ടാ കഴിക്കും. എനിക്കില്ലല്ലോ. ഡയറ്റ് നിർത്തിയിട്ട് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തടി പെട്ടെന്ന് കൂടില്ല. ഡയറ്റ് നിർത്തിയിട്ട് നോർമൽ കഴിക്കണം, നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തടി കയറി പോരും. പക്ഷെ ആ ഡോക്ടർ പറയുന്ന ലിമിറ്റ് ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയിറ്റിലേക്ക് എത്തിയിട്ട് നമ്മള് നന്നായിട്ട് ഫുഡ് കഴിച്ചാലും പിന്നെ പതുക്കനെ തടി കയറുള്ളൂ. ഞാനേ ചെറിയൊരു അനക്ക് നിങ്ങൾക്ക് ചിലപ്പോ ശ്രദ്ധിക്കപ്പെടാം. ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടി ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ശരി, നമുക്ക് ഇങ്ങനെ നോക്കി വർത്താനം പറയാം. ഓക്കെ. ആക്ച്വലി ഇനി അങ്ങനെ ഭയങ്കരമായിട്ട് വണ്ണം കുറയ്ക്കണമെന്നൊന്നുമില്ല. വയറ് കുറയ്ക്കണം. വയറ് കുറയണമെങ്കിൽ നമ്മുടെ ബോഡി ശരിക്കും അത്ര നല്ല രീതിയിൽ ഫാറ്റ് ഒക്കെ പോകണം. അപ്പൊ എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ശിശു അല്ലേ. അപ്പൊ ചിലപ്പോ കുറച്ച് ദിവസത്തേക്ക് ഭംഗിയൊക്കെ പോവും. സാരില്ലെന്ന്, ഭംഗിയിലൊക്കെ എന്തിരിക്കുന്നു. ആരോഗ്യം അതാണ് നമുക്ക് വേണ്ടത്. ആരോഗ്യമുള്ള ജനത. അതെ, നിങ്ങൾ ആരോഗ്യമുള്ള ജനതയാവാൻ മാറാൻ പോകണം. ഡയറ്റ് ഒന്നും ഇടുന്നോട്ടെ കാണാം. ഫ്രോസൺ ബീൻസ് ഉണ്ട്, കുത്തിപ്പൊടിക്കാം. ഒന്ന് മേടിച്ചു. അത് നമ്മളെടുത്തുണ്ടായിരുന്നു. ഞാൻ ഈ കോഴിനെ പിടിച്ചു വലിക്കാൻ, നിന്നോട് വേറെ കോഴി നോക്കാണ്ടല്ലോ, വേറെ പീസ് നോക്കി. ഞാൻ ഇനി സവോളൊക്കെ എടുക്കട്ടെ. നീങ്ങിക്കോ, ഒരു ഇതെടുക്കാം. സോറി. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് ഒട്ടുമിക്ക ഇന്നലെ വരെ വന്ന എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത ആ വീഡിയോക്ക് മുമ്പത്തെ വീഡിയോയുടെ കമന്റൊക്കെ അതിന് ശേഷം ഇട്ടവരുടെ. പക്ഷെ യൂട്യൂബിൽ എനിക്ക് അറിയാൻ പറ്റും, പുതിയ കമന്റ് വരുമ്പോൾ മുകളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഫേസ്ബുക്കിൽ ഒരു ഇതുമില്ലടി. ഫേസ്ബുക്കിൽ ആ വീഡിയോന്റെ അടിയിൽ പോയി നമ്മൾ തപ്പണം എവിടെയും പുതിയ കമന്റ് വന്നോണ്ടോ. യൂട്യൂബില് നമുക്ക് മുകളിൽ വരും പുതിയ കമന്റ് വരുന്നത്, പക്ഷെ ഫേസ്ബുക്കില് ഇല്ല. ഏതൊന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. പുതിയതായിട്ട് ആരെങ്കിലും ഹാപ്പി ബർത്ത്ഡേ അയച്ചിട്ടുണ്ടെങ്കിൽ താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. ഞാനത് കൈ കൊണ്ട് നോക്കാം സവോളൊക്കെ. കത്തി വേണ്ട, കത്തി വേണം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ചിക്കൻ നുറുക്കുന്നത് കാരണമാണോ? കട്ടിംഗ് ബോർഡ് ഇല്ലാണ്ട് നുറുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോറി, ഉദ്ദേശിച്ചത്. നാളെ മുതൽ വീഡിയോയിൽ ഒച്ചമ്പളൊക്കെ ആയിരിക്കട്ടോ. നാളെ മുതല് ആൾക്കാരുടെ എണ്ണം കൂടി. പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതല്ലേ? അതല്ല, നാളെ മുതൽ നാളെ മുതൽ ആൾക്കാരുടെ എണ്ണം കൂടും. എത്ര പേരാവും? 5 പേരോ? ഞങ്ങൾ വലിയ ആൾക്കാരെ 3. ശരി, അവര് 3 പേര്. എന്തായാലും ഭയങ്കര അവര് പോണ വരെ മൊത്തത്തിലൊരു ബഹളൊക്കെ ആയിരിക്കും. അതെ, നമ്മൾ ആൾക്കാരെ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ
ഭയങ്കര സന്തോഷമാണ്. ശരിക്കും ആ കത്തി മേത്ത് മുട്ടിയിട്ടുണ്ട്. ബാക്കിക്കൂടെ മേത്ത് മുട്ടിയിട്ടുണ്ട്. എന്തായാലും ചേട്ടൻ കട്ട് ചെയ്ത് അവിടേക്ക് ഇവിടേക്കൊക്കെ ആവണുണ്ട്. നമുക്കിനി സവോളിനെ കട്ട് ചെയ്യാം. ചിക്കൻ വെട്ടിയാൻ ഒരു കഷ്ണം ഫ്രിഡ്ജിന്റെ കടയിൽ പോയിട്ടുണ്ട്. അതൊക്കെ എടുത്തോട്ടാ, ഫ്രിഡ്ജിന്റെ ഇടയിൽ പോയിട്ടുണ്ടെന്നോ? ഒരു പൊടി ഇല്ലില്ല, അവിടെ ഉപ്പ് ഉറുമ്പ് വരും. ഇല്ലാടെ ചേട്ടാ, ഞാൻ കട്ട് ചെയ്തോളായിരുന്നു എന്നാ. അങ്ങനെയല്ല, ലാസ്റ്റ് പീസ് മുറിച്ചപ്പോ ഞാൻ കട്ട് ചെയ്തായിരുന്നു. അതല്ല, അവിടെ ക്ലീൻ ആക്കിട്ട് പോണേ. എനിക്ക് അറിയില്ല എവിടേക്കൊക്കെ പോണേന്നൊക്കെ. ഇനി നമ്മള് കുറച്ചു നേരം കഴിഞ്ഞ് എങ്ങടേലൊക്കെ പോയി തിരിച്ചൊക്കെ ഉറുമ്പ് നിറയും. വേണ്ട വേണ്ട, ഈ ഇറച്ചിയിലൊക്കെ വരുന്ന ഉറുമ്പ് മറ്റേ ചുമപ്പ എന്താ മറ്റേ കുഞ്ഞു കുഞ്ഞു ഉറുമ്പില്ലേ, അതാണ് വരാ. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കടിക്കണ ഉറുമ്പ. വേണ്ട, ആ ചോറില് ഇടാൻ നാരങ്ങ പിഴിഞ്ഞ് വെക്കാൻ. ഇവിടെ ഉണ്ടല്ലോ. ഇത് അതിനുള്ള സാധനമല്ലല്ലോ, ഇത് ജസ്റ്റ് ഒരു നെയ്ച്ചോറ്. ജസ്റ്റ് ഒരു നെയ്ച്ചോറ്. 2 പച്ചമുളകും 1 സവോളയും 1 ചെറിയ പീസ് ഇഞ്ചി ആണ് എന്നെ എടുത്തേക്കണം. നെയ്ച്ചോറെന്നല്ല, ജീര റൈസ് പോലെ ഉണ്ടാക്കിയാൽ മതിയില്ലേ, ജീരക ഇട്ടിട്ടുള്ള ചോറ്. ജീരക ഇട്ടിട്ടുള്ള അരി ഉണ്ടാക്കാം. അപ്പൊ ജീര റൈസ് ഉണ്ടാക്കാം. അതൊക്കെ എന്തായാലും തിന്നാനൊക്കെ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങൾ തരും? നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. നമ്മുടെ ഇഞ്ചിമ്പുളിയല്ല. അങ്ങനെ ചോദിച്ചാ എനിക്കങ്ങനെ ആധികാരികമായി അറിയില്ല. ഇഞ്ചമ്പുളിയൊക്കെ ഇരിക്കുമായിരിക്കും. അല്ല, ഡേറ്റ്സ് ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോ വേണേ നമുക്ക് ഉണ്ടാക്കിയിട്ട് ആർക്കെല്ലാം അയച്ചു കൊടുത്താലോ, ആവശ്യക്കാർക്ക്. കുറച്ച് പൈസക്കാണ് ആവശ്യക്കാർക്ക് എന്ന് പറഞ്ഞേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. അത് കുറച്ച് ദിവസം ലാസ്റ്റ് ചെയ്യുള്ളൂ, അധികം നാളത്തേക്ക് അങ്ങനെ ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഉണ്ടാക്കി ഇഞ്ചിമ്പുളിയാണ്. അതായത് ഇഞ്ചിമ്പുളി ഞങ്ങൾ ഉണ്ടാക്കി ഇഞ്ചിമ്പുളി. നിങ്ങൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വില നമുക്ക് അതേ ആരെങ്കിലും വേണമെന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിച്ച പോലെ. എനിക്ക് മനസ്സിലായി കാര്യമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നല്ല, അത് തന്നെ. മിഡൂസ് ഇഞ്ചിമ്പുളി. സണ്ണി കൈ തൊട്ട സണ്ണി ഇന്നലെ എന്താണ് പറഞ്ഞത്? മിഡൂസ് ഇഞ്ചിമ്പുളി, മിഡൂസ് അച്ചാർ. ചോറ് കുറവായിരിക്കോ? ചുട്ടെടുക്കാം അല്ലേ? അപ്പൊ ഞാൻ വീണ്ടും കുറച്ച് അരി കൂടി ആക്കിട്ടെ. 2 ഗ്ലാസ് അരി ആക്കി ടോട്ടലി. ഇഷ്ടം പോലെ. ഇനി ചിക്കനൊക്കെ കഴുകണം. അപ്പൊ ചേട്ടൻ പൊക്കോ, അപ്പൊ ഞാൻ ചെയ്തോളാം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ. എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് പുറത്ത്, അപ്പൊ ഞാൻ അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. അപ്പോഴേക്കും ഞാനിവിടെ നിന്ന് കുക്ക് ചെയ്ത് വേമൻ വരാൻ പറ്റില്ലല്ലേ, കഴിയുമ്പോൾ എന്നെ അമ്മേനെ കുളിപ്പിക്കണം. പിന്നെ അമ്മേനെ കൊണ്ടിരുത്തേണ്ട, എന്നിട്ട് വേണം പിള്ളേരെ എടുക്കാൻ പോവാൻ. ഓക്കെ. അപ്പൊ ശരി. അപ്പൊ ഞാനിനി എൻ്റെ പരിപാടികൾ കംപ്ലീറ്റ് ചെയ്തേ. അപ്പൊ ആദ്യം റൈസ് റെഡി ആക്കാട്ടാ. അപ്പൊ നമ്മുടെ ബിരിയാണി പോട്ട് ഇങ്ങനെ ചൂടായിട്ടുണ്ട്. കുറച്ച് നെയ്യാണ് കേട്ടോ ആദ്യം ഒഴിക്കണേ. പിന്നെ ഞാൻ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ എന്തിട്ടാ അതന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതാണ്. ചേട്ടൻ കഴിഞ്ഞാ പുളി കഴിഞ്ഞാ സനേരം പോവാനുള്ള പരിപാടികളിൽ ആണ് കേട്ടോ. അപ്പൊ ഗ്രേസിന് സ്റ്റീവിന് കഴിഞ്ഞിട്ട് എടുക്കണം. ഗ്രേസ് നേരത്തെ വിളിച്ചത് വരാൻ വേണ്ടിയായിരുന്നു. ആൾക്ക് അവനില്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടിയാണ്. ഞാൻ ജീരകം ഇട്ടിട്ടുള്ള ചോറ് ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് ജീരകം ഇടുന്നുണ്ടേ. ഇത് ഞാൻ കുറെ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് വീഡിയോയില്. ജീരകം
ഇതൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത് ഇത്തിരി നീക്കിയിരിക്കണം. ഞാൻ നേരത്തെ അരിഞ്ഞ സവോളയും ഇഞ്ചിയും പച്ചമുളകും. ഇപ്പോൾ വരാം. അല്ലെങ്കിൽ എടുത്തോളോ, അലമാരിലുണ്ട്. അല്ലെങ്കിൽ ഞാൻ വരാം. ഞാൻ വെറുതെ വന്നൊരു മിനിറ്റ്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതേ പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് അരിയല്ല കേട്ടോ. ഇപ്പോൾ 1.5 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1 2 3 സാധാ വെള്ളം ഉണ്ടോ ഒഴിച്ചേക്കണേ. തിളച്ച വെള്ളമൊന്നല്ല ഒഴിച്ചേക്കണേ. അത് നല്ലോണം തിളച്ചാൽ മതി. പിന്നെ ചെറുനാരങ്ങ, അത് ഞാൻ നുറുക്കി ഇടണം കേട്ടോ. അപ്പം ഇനി നമ്മുടെ ചോറിലേക്ക് അടക്കമായിട്ട് ഞാൻ ഉപ്പിട്ട് ഒന്ന് തിളക്കട്ടെ. ചേട്ടൻ വരുമ്പോഴേക്കെല്ലാം റെഡി ആയിരിക്കില്ലെന്ന് വെച്ചാ അതെനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യും മാക്സിമം. പിള്ളേരില്ലാത്തവണ്ണം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എടുത്തിട്ട് പോരെ. എന്നോട് വിളിച്ച് പറയണേ കഴിയുമ്പോ, അതനുസരിച്ച് ചെയ്യാം. പിന്നെ ഇത് തിളക്കട്ടെ. പിന്നെ ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചുണ്ട്. അപ്പം നേരത്തെ ഞാൻ എടുത്ത ഫ്രോസൺ ബീൻസ് ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തെ എടുത്തത് ഫ്രോസൺ ബീൻസിനെയും കൂടി ഇട്ടു. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അരിയിടാം. കുറേ പേര് ഈ സ്റ്റാൻഡ് എവിടെ നിന്നാണ് മേടിച്ച ലിങ്ക് തരുമെന്ന് വെച്ചായിരുന്നു. ഇത് നോർമൽ നമ്മുടെ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ആമസോണിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ വീലൊക്കെ ഉള്ള ടൈപ്പാണിത്. ഞാനിപ്പോൾ വീല് ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വൈറ്റ് സ്റ്റാൻഡ് എവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്നല്ല മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലിങ്ക് തരാൻ പറ്റില്ല. ഞാൻ കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും മിക്കപ്പോഴും എനിക്ക് എപ്പോഴും വരുന്നൊരു കമൻ്റാണത്. ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ. സെയിം തന്നെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ കണ്ടിട്ട് സിമിലറായിട്ട് ഫീൽ ചെയ്യണുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാൻ മതി. അപ്പം അരി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കിടന്ന് വേഗം ഒന്ന് തിളച്ച് റെഡി ആയിക്കോളും. അപ്പോൾ ഈ ചിക്കൻ്റെ പരിപാടി ചെയ്യാം. അപ്പം നല്ല കളർഫുള്ളായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. കളർഫുള്ളായിട്ടുണ്ട്. അപ്പം ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം ഞാൻ ഈ ചിക്കൻ ഇനി ഒന്ന് മസാല വരട്ടാൻ പോവാണ് കേട്ടോ, കറി വയ്ക്കാൻ വേണ്ടി. മഞ്ഞപ്പൊടി, ചിക്കൻ മസാലയും ഉപ്പും അത്ര മാത്രമേ ഇടണുള്ളൂ. ഈസ്റ്റേൻ്റെ ചിക്കൻ മസാല ആണേ. അപ്പോൾ ഇതിൽ മാത്രം ഇട്ടിട്ട് ഒന്ന് പുരട്ടി വയ്ക്കാൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയാവും. കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഒറ്റയായിട്ട് അടിപൊളിയായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സവോള ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നെയ്യിൽ ഫ്രൈ ചെയ്തിടാം. കാഷ്യൂ നട്ട്സും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് അതിനൊന്ന് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ടൊന്ന് ഇതിനെ സെറ്റപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് അതിനുള്ള പരിപാടികൾ ഇനി ചെയ്യട്ടെ. അടുത്ത സവോള നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവോളേനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവോളേനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി സവോള അവിടെ കിടന്ന് ഫ്രൈ ആകുമ്പോഴേക്കും ഇത് മല്ലിയിലും പുതിനയിലയാണ് കേട്ടോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം സവോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് അങ്ങനെ ഇടാണ്. കാരണം കശുവണ്ടിയും കിസ്മസും ഒന്നും ചൂടാക്കിയിട്ടില്ല. എന്തായാലും ആദ്യം നമുക്ക് സവോള ഇടാം. സവോള ഇട്ടു. ഞാൻ കശുവണ്ടിയും കിസ്മസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വറുത്ത് ഇതിലേക്ക് ഇടാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഞാൻ ഇടാണ്. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് കിസ്മസും പിന്നെ കശുവണ്ടിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ നെയ്യിൽ തന്നെയാണ് ചെയ്തത്. റൈസ് ഉണ്ടാക്കിയതും സവോള ഫ്രൈ ചെയ്തും എല്ലാം ഞാൻ നെയ്യ് ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു. പിന്നെ ഈ നെയ്യ് വേണ്ട എന്ന് തോന്നുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു വൈകുന്നേര സമയത്തല്ലേ വരണേ, ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതനുസരിച്ച് ചെയ്യും. അപ്പം എൻ്റെ റൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ചിക്കൻ കറിയിലേക്ക് കിടക്കാം. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ റൈസ് എന്ന് പറയണേ. കളർഫുള്ളായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ചിക്കൻ കറി നമുക്ക് റെഡിയാക്കാം. അങ്ങനെ സണ്ണിക്കുട്ടനെത്തിപ്പോയി. ചിക്കൻ കറി വയ്ക്കാൻ പോകണുള്ളൂ. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. ചിക്കൻ കറി വെക്കാൻ പോകണു. ഞാൻ എപ്പോ പോയതാണ്? പിന്നെ ചെയ്യല്ലേ. ഉപയോഗിക്കാനല്ലോ. അയ്യോ അത് പോയി നോക്കി. ലൈറ്റ് അപ്പുറത്ത് കൊണ്ടുവച്ചേക്കാം. ഞാൻ സവോള തന്നെ എന്തിനാ എനിക്ക് കറിയാക്കിട്ടില്ല. ആൾക്ക് കൊല്ലാം. റൈസ് അപ്പുറത്താ, അവിടെ പോയി നോക്കോ. അല്ലെങ്കിൽ എടുത്തിട്ട് തന്നെ വരും. ഇങ്ങോട്ട് എടുത്തിട്ടോ. അവിടെ മുടി എത്തി മുകളിൽ വെച്ചിട്ട് നമുക്ക്. സൂപ്പർ. എന്നുണ്ട് അടച്ചു വെച്ചതുപോലെ തന്നെ നമുക്കിപ്പോ കഴിക്കാൻ പറ്റില്ല. അടച്ചു വെച്ചോ, അടച്ചു വെച്ചോ, അടച്ചു അവിടെ കൊണ്ടുവച്ചോ. കഴിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഞാൻ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ ക്ലീനിങ് ആയിരുന്നു. അപ്പോഴാണ് സണ്ണേടം വന്നത്. ക്ലീൻ ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മുടെ ചിക്കൻ കറിക്കുള്ള പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പാത്രം ചെറുതാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഇത് ഗരം മസാല ഉണ്ടായില്ല കേട്ടോ. അപ്പൊ ഒന്ന് പൊടിക്കാൻ പോവാണ്. മസാലക്കൂട്ട് മേടിച്ചതാ. ചൂടായിട്ടൊന്ന് പൊടിക്കാം. അപ്പോഴേക്കും ഞാനിതിൽ ഇത് ചൂടായപ്പോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു. ഞാനിപ്പോ അകത്തേക്ക് വന്നപ്പോ ഓഫ് ചെയ്തതാ. അപ്പൊ അങ്ങനെ നമുക്ക് ചിക്കൻ കറി നമുക്ക് റെഡിയാക്കാം. നമ്മള് ഉരുളിച്ചട്ടി വന്ന വീട്ടിലേക്ക് കൊണ്ടുപോയില്ല കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പൊ മിസ്സിങ് ആയിപ്പോയി. പിന്നെ നമുക്ക് സവോളയും ചിക്കൻ കറി, ഇവിടെ മസാല. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കണം. ഇതൊന്ന് ഇളക്കണം. ഇതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചിക്കൻ മസാല ചിക്കൻ കറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നമുക്ക് ഇങ്ങനെ വഴക്കിയെടുക്കാം. രണ്ടു ചുള വെളുത്തുള്ളി ഉണ്ടാ വെളുത്തുള്ളി ചൂടായിട്ടുണ്ട് പാത്രം. ചോദിച്ചിരുന്നു ഈ കയ്യിലിട്ട് പ്ലാസ്റ്റിക് കയ്യിലല്ലായിരുന്നു ഇങ്ങനെ ചൂടുള്ള പാത്രത്തിൽ ഇളക്കാൻ പാടുള്ളൂ. സിലിക്കോണിന്റെ കയ്യില ചൂട് പാത്രത്തിൽ ഇട്ടാ കുഴപ്പമില്ലാതെ. അതിനുവേണ്ടിയുള്ളതായിട്ടാണെങ്കിൽ മേടിച്ചല്ലേ പ്ലാസ്റ്റിക്. എന്തായാലും നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. കഴിവൊന്നും വേണ്ട. ഇങ്ങനെ കഴിയണ ഒന്നും ആയിട്ടില്ല. അപ്പൊ നമുക്കിനി ഇതൊന്ന് ചൂടാറിട്ട് പൊടിച്ചെടുക്കാം. ഇതൊന്ന് ഇതിലേക്ക് തന്നെ എടുത്തരോ? ഏതിട്ടുണ്ടേ പറഞ്ഞോ. അത് പിന്നെ ചേട്ടൻ എനിക്ക് ചെയ്തതിന്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് ഞാൻ കേട്ടോ ഹെൽപ്പ് എന്ന് പറയുന്നത് ചൂടുള്ള പാത്രം മറ്റേ നമ്മുടെ പൈനാപ്പിൾ ഉണ്ടല്ലോ. പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് നൈസായിട്ട് കട്ട് ചെയ്തിട്ട്. പൈനാപ്പിൾ ഇപ്പൊ കട്ട് ചെയ്യാൻ പറ്റില്ല. പൈനാപ്പിൾ ഞാൻ വെച്ച് നാളത്തേക്കാണ്. ഇപ്പഴത്തേക്ക് എടുക്കാൻ പറ്റുമോ? ഇപ്പൊ നിന്നെ പൈനാപ്പിളിന്റെ ആവശ്യം നിങ്ങക്ക് നാളെ എടുക്കാമല്ലോ. ഇപ്പൊ നിന്നെ പൈനാപ്പിളിന്റെ ആവശ്യം അതിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി വൈകുന്നേരം. ഇവിടെയൊക്കെ പച്ചയാ. ചിലപ്പോ കുഴപ്പമുണ്ടാവില്ല. നാളത്തേക്ക് ഒക്കെ ആയിരിക്കാം. ഞാൻ വേറെ മേടിച്ചിട്ടില്ല. പഴുത്തത് അല്ല. നിങ്ങക്ക് ബിരിയാണിയിലേക്ക് ഇടാനൊന്നും വേണ്ടല്ലോ. വെറുതെ തിന്നാനല്ലേ. അത് അളീനോട് അവരോട് നാളെ തിന്നാ പറയാം. കേട്ടാളിയാ ഇപ്പൊ പൈനാപ്പിൾ ചിലപ്പോ ചൊറിയും. ഞാനതല്ല എടുത്തപ്പോ തന്നെ ഞാൻ പറഞ്ഞു നാളത്തേക്കല്ലേ നീ തലയാട്ടി. അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചു നാളത്തേക്കല്ലെന്ന് വെച്ചാൽ കൂടെ പറഞ്ഞു ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തു. അല്ലെങ്കിൽ അപ്പുറത്ത് പഴുത്തിരിക്കണ്ടായിരുന്നു. ഒരു തക്കാളി ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റുമോ? ഓ വീട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. കുറിച്ച് ഇങ്ങനെയല്ലായിരുന്നു രാവിലെ. അടാ പറഞ്ഞ ഒരു ഫ്രീ ആയിട്ട് പറഞ്ഞു കേട്ടില്ലേ? പച്ചയാണത്. മതിയാ? വേറെ പഴുത്തതുണ്ട് ചെറുത്.
വീടുവിന്റെ കുറെ നമ്പറുകളെ എന്തേ? എനിക്ക് ഫ്രിഡ്ജ് തുറക്കാനായിട്ട് പേടിയായിരുന്നു. ദൈവം എന്റെ ഉള്ളിലത്തെ കോല എന്താ നിങ്ങൾ കണ്ട എന്ത് വിചാരിക്കുന്നു. അപ്പം വീട് ധൈര്യത്തോട് പറയണ തുറന്നോ പ്രേക്ഷകർക്ക് കാണട്ടെ എന്ന്. ചേട്ടാ ഞാൻ ചേട്ടന്റെ കൂടെ നിന്ന് എല്ലാ അടവുകളും പഠിച്ചു. അതാണ് വീടു. അതന്നെ എങ്ങനെ വീടാലും നമുക്ക് പിടിച്ചേക്കണ്ടേ. ഇവിടെ ചീഞ്ഞിട്ടുണ്ടോ കേട്ടോ? ചീഞ്ഞല്ലോ, കളറുണ്ടോ? കളറ് ഇത് ഇളക്കണോ ചട്ടി? ഒന്ന് ഇളക്കിയ നന്നായിരിക്കും. ഇത് നീ പറഞ്ഞ പോലെ ഈ ചിക്കൻ മുഴുവൻ ഇതിന്റെ ഉള്ളിൽ കൊണ്ടിടുമ്പോ ശരിയാവല്ലോ. ബിരിയാണി ഫോട്ടോ ഉള്ള ഈ പാത്രത്തിന് ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം. ചട്ടി മറ്റേ ചട്ടി കൊണ്ടൊന്നുമില്ല. നമുക്ക് മാത്രമല്ലേ ഉണ്ടായുള്ളൂ. ഉരുളി മാത്രല്ല രണ്ട് പിടിയുള്ള മറ്റേ ചട്ടി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിപ്പോ ഞാനും ചെയ്തു. എന്നാലും എനിക്ക് ഇളക്കുമ്പോ സന്തോഷം. വെറുതെ ഇളക്കിയിട്ട് സാധനം വന്ന് വീണ്ടും വന്ന് ഇളക്കാൻ വന്നതാണ്. ഇത് ഇങ്ങനെ നന്നായിട്ട് പൊരിയാവുള്ളതല്ലേ? ഇതിൽ എന്തൊക്കെയാ കുറവുണ്ടല്ലോടി? ഇഞ്ചിയും പച്ചമുളകും സബോളയും മാത്രമേ ഉള്ളൂ. പച്ചമുളക് ഇല്ല, അതാണ് കുറവ് തോന്നുന്നത്. വേപ്പല വേപ്പലൊന്നും വേണ്ടേ? നമുക്ക് മസാല പൊടിച്ചെടുക്കാം. എല്ലാവരും ഒരുമിച്ചിരുന്ന് മസാലയുടെ മെയിൻ ഐറ്റങ്ങളൊക്കെയാണ് തക്കോലം, കറുവപ്പട്ട, കസ്കസ് ഒന്നുമില്ല. പിന്നെ കസ്കസ് എന്ന് പറയുന്നത് മുന്തിരിനല്ലേ? പിന്നെ ഒരു വൈറ്റ് സാധനല്ലേ അതൊന്നും മസാലയിലില്ല എന്തായാലും. ഒരു വൈറ്റ് സാധനല്ലേ ചേട്ടാ? തക്കോലം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വൈറ്റ് കുഞ്ഞു കുഞ്ഞു മണി മറ്റേ ജ്യൂസിലൊക്കെ ഇടുന്നത് അതല്ല. നിങ്ങൾക്കറിയാൻ പറയാൻ മറന്നു വരുന്ന ആയിട്ട് തുമ്പത്തുണ്ട്. ആ ഒരു കുരുകുരുകുരുന്നിരിക്കുന്നത് മണി മണി പോലെ. കുരുമുളകാണോ? ഓ ഒരാളെ രക്ഷപ്പെടാൻ വേണ്ടി മോളിൽ കയറിയിരിക്കുന്നു. ഇറങ്ങിപ്പോടാ. ഇങ്ങനെ പൊടിയായിരിക്കില്ല. പിന്നല്ല ഇതല്ല, ഇതിന്റെ അപ്പുറം പൊടിച്ചിട്ടുള്ളവളാണ് വീടു. പ്രീതിയും പ്രീതി. നീ ഇന്നലെ തുടങ്ങി പ്രീതിനെ ഭയങ്കരമായിട്ട് പൊക്കണ്ടല്ലോ, എന്താ കാര്യം? ഇന്നലെയും പറഞ്ഞു പ്രീതി ഭയങ്കരമാണ്, സൂപ്പറാണെന്ന്. അല്ല അങ്ങനത്തെ പല ബ്രാൻഡുകൾ വേറെ ഉണ്ടാവും. പണ്ട് അമ്മയുടെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നപ്പോ മൊളി മിക്സ് എന്ന് പറഞ്ഞിട്ട്, മൊളി മിക്സണോ മൊളി മിക്സണോ അറിയില്ല, ഒരു മിക്സി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒറ്റ സ്വിച്ച് ഉള്ളത്, ഒരു ചതുരപ്പെട്ടി പോലത്തെ സാധനം, നമുക്ക് സ്വിച്ച് ഉള്ളൂ. ആ സ്വിച്ച് ഓൺ ആക്കിയ മുകളിൽ വയ്ക്കുന്ന ചാറ് അടിക്കും. വേറെ സ്പീഡ് കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല. സൂപ്പർ സാധനമായിരുന്നു. ഞങ്ങൾ കുറെ കാലം അത് ഉപയോഗിച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി കാശ്മീരിയാണോ സാധാരണയാണോ? കാശ്മീരി അല്ലേ ചേട്ടൻ മേടിച്ചത്? കാശ്മീരി. ഗരം മസാല ഭയങ്കരമായിട്ട് ഞാൻ അതിൽ ഓൾറെഡി ചിക്കൻ മസാലയും മുളക് ഒക്കെ മഞ്ഞപ്പൊടി പുരട്ടി വെച്ചതാണ്. അതില് ഇത്ര ഇടുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. നമുക്ക് ഇങ്ങനെ മസാല മേടിച്ച് പൊടിച്ച് പാക്കറ്റിലാക്കിട്ട് സെയിൽ ചെയ്താലോ? ആൾക്കാർക്ക് എന്താണ് വേണ്ടത് പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കി തരും. ഞങ്ങൾ ഓരോ ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞോട്ടോ. ഗരം മസാല, ഗരം മസാല കറി ഉണ്ടാക്കി കൊടുത്താലോ? കറി എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണേ? അതായത് ഗരം മസാല, ഇഞ്ചിപ്പൊടി, പിന്നെ എന്നിട്ട് അടുത്തുണ്ടാക്കിയ സാധനം മീനച്ചാർ. തക്കാളി ഇട്ടെന്തായാലും കാര്യമായിട്ട് പറഞ്ഞ അടിപൊളിയായിരിക്കും. ഞാനും കാര്യമായിട്ട് പറഞ്ഞ തക്കാളി കണ്ട. ഇതിനൊക്കെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ ഒരു സൈസ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ വണ്ണമാണ്. കണ്ടോ വണ്ണവും കൊള്ളാം. പിന്നെ കഴിഞ്ഞ വീട്ടിൽ നമ്മള് 1,00,000 ബോക്സ് കണ്ടിട്ടില്ലേ? എന്റെ ലിങ്ക് കൊടുത്തിട്ടില്ലായിരുന്നു, അതിപ്പോ കൊടുക്കണം. ആ വീഡിയോന്റെ അടി കൊടുക്കാം. പറഞ്ഞോളൂ. അല്ലെങ്കിൽ ആമസോണിൽ പോയിട്ട് വെറുതെ സെർച്ച് ചെയ്താൽ മതി. മണി സേവിങ് ബോക്സ് എന്നോ അല്ലെങ്കിൽ പിഗ്ഗി ബാങ്ക് എന്നോ എന്തെങ്കിലും പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഈ സാധനം വരുന്നുണ്ട്. ഇപ്പോൾ
കുറെ പേര് മേടിക്കേണ്ടത് തോന്നുന്നു ഈ സാധനം. ഒന്നുമില്ല, സാധാരണ മരത്തിന്റെ ബോക്സ് ആണ്. പക്ഷെ നമുക്കിങ്ങനെ ദൈവമേ കൊള്ളണേ, ദൈവമേ കൊള്ളണേ. കൊള്ളും, നിങ്ങൾക്ക് ഇളക്കാൻ പറ്റില്ല. വേറെ കയ്യിലെടുക്കണം. വേറെ കയ്യിലെടുക്കണം. ഒട്ടും സ്പേസ് ഇല്ലാത്ത പോലെ തോന്നുന്നു. ഉള്ളിൽ കയറാൻ പറയണ വലുതാ. മുളക് പൊടിയൊക്കെ അവിടെയൊക്കെ ആയിട്ടുള്ളൂ. അങ്ങനെ ഇളക്കിയിട്ടില്ലല്ലോ. ഇച്ചിരി വെള്ളം ഒഴിച്ചാലോ? ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കാം. വെള്ളത്തിന് ആവശ്യമില്ല ഇതിന്റെ തന്നെ. ഇപ്പൊ കട്ട പിടിച്ചെടുക്കല്ലേ, ഈ മസാല എല്ലായിടത്തേക്കും ആവണ്ടേ, ഒന്ന് മിക്സ് ആവണ്ടേ. തുള്ളി ചൂടുവെള്ളം ഒഴിക്കാം. ചൂടാക്കിയിട്ട് തിളച്ച വെള്ളം, പച്ചവെള്ളം ഒഴിച്ചാൽ ഒരു വെള്ളത്തിന്റെ ടേസ്റ്റ് വരും. അങ്ങനെ മിഡു സ്പെഷ്യൽ ചിക്കൻ്റെ പാത്രം കറക്റ്റ് ഉണ്ടോ? കൊള്ളാം. പക്ഷെ ഇത്തിരി സ്പേസ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ ഇളക്കി മറക്കായിരുന്നു. എനിക്ക് ഇച്ചിരി കറിവേപ്പില എടുത്തരോ? ഇളക്കി മറിച്ചാൽ മതി. അങ്ങനെ ഇളക്കി മറക്കട്ടെ. കറിവേപ്പിലയുടെ കാര്യം രാവിലെ പറഞ്ഞ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിരുന്നില്ലേ? ശരിക്കും ഇനി പോവില്ലല്ലേ? ഇനി പോവില്ല. ജിമ്മി പോണാൻ ഇളക്കാൻ പറ്റും. കോഴി മസാലൊക്കെ വന്നേക്കണുണ്ടോ? എന്റെ പൊന്നെ. ഓ മതി മതി മതി. വേദന എടുത്തിട്ട് ഭയങ്കര പൊക്കിയിട്ട് കോഴീനെ അവിടെ പോയിട്ട് വെയിറ്റ് നോക്കിയിട്ട് കുറച്ചു കാലത്തേക്ക് സ്റ്റാർട്ടിങ് ഉണ്ടാവും. അത് കഴിയുമ്പോ ഒക്കെ മാറും വിടും. ചിക്കൻ അത്യാവശ്യം ഞാൻ ഇളക്കിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഇത്. ചേട്ടൻ വെള്ളം ഒന്ന് ചൂടാക്കട്ടെ, തിളപ്പിക്കട്ടെ, അത്ര ഇത് ഇറങ്ങിയിരിക്കട്ടെ. അപ്പം വീട്ടിൽ ചിക്കൻ കറി റെഡി ആക്കുമ്പോഴേക്കും നമുക്ക് വേപ്പില പൊടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ വേപ്പില പൊട്ടിക്കാൻ പോവാണ്. ഇതുമത്തെ വേപ്പില മുഴുവൻ എന്തോ പ്രാണികൾ വന്ന് തിന്നാണ്. നല്ല പീസൊന്നും കിട്ടാറില്ല. ഒക്കെ എന്തോ കുരുടിച്ച പോലെയൊക്കെ. കുറെ വേണോടി? ഇത്ര വേപ്പില കിട്ടിയിട്ടുണ്ട്. ഒരു ഭംഗിയില്ലാത്ത വേപ്പില. ഇവനൊന്ന് റെഡിയാക്കി എടുക്കണം. കഞ്ഞിവെള്ളം കടയ്ക്കാൻ കൊണ്ടുപോയിച്ചാൽ റെഡിയാവുന്ന ദിവസം കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണമെന്ന് തോന്നണം കഞ്ഞിവെള്ളം. നാട്ട വേപ്പില കഴുകണേ. അപ്പൊ ഇത് അടി പിടിക്കില്ലേ ഈ വെള്ളമൊക്കെ വെച്ച് വരുമ്പോഴേക്കും? വെള്ളം വന്നിട്ടില്ലല്ലോ. ചൂടി വെള്ളം വേണോ? സർലാസ് ഉണ്ടാവില്ലേ? വെള്ളം ഒഴിച്ചു. ഫുൾ വെള്ളം ഒഴിച്ചു അതിലുണ്ടായിരുന്നു. എന്താ എന്നോട് പറയാറുണ്ട്? വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഉപ്പ് കുറവുള്ളത് തോന്നുന്നുണ്ട്. കൊള്ളാം. ലാസ്റ്റ് നോക്ക്, വെള്ളം വറ്റി കഴിയുമ്പോൾ ഉപ്പനെങ്കിൽ ഇവളുടെ പരിപാടിയെ ഇവള് ഉപ്പ് ഈ വെള്ളം ഉള്ളപ്പോൾ ഉപ്പുണ്ടോ നോക്കൂട്ടാ. എന്നിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ കിടന്ന് വറ്റി വെള്ളം കണ്ട് വറ്റുമ്പോൾ കട്ടുപ്പായിട്ട് വരും. അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടാവില്ല. ഈ രണ്ട് പ്രശ്നം ഇവിടെ മെയിനായിട്ട് നടക്കാറുണ്ട്. പറയേണ്ടതാണ്. അപ്പം അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സർലാസിനുള്ള സവോളനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി കട്ട് ചെയ്യാം. ഉപ്പും കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം കൂട്ടിത്തിരുമ. ഇത് ഞാൻ ഉറപ്പിച്ച് വെച്ച തൈരാണ് കേട്ടാ. നല്ല കട്ടയായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചായിരുന്നോ. പിന്നെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല കട്ട തൈരാണ്.
അപ്പൊ അങ്ങനെ ഫൈനലി നമ്മുടെ കുക്കിംഗ് അവസാനിച്ചു കേട്ടാ. ദേ നമ്മുടെ ജീര റൈസും ഇതാരത് കഴിഞ്ഞു മണം തന്നെയുണ്ട് പുറത്തേക്ക്. സൂപ്പർ മണമാണ്. അപ്പൊ നമ്മുടെ റൈസ് റെഡി, ചിക്കൻ കറി റെഡി. എന്താ പിന്നെ നല്ല തണുത്ത സെർലാസ് റെഡി. കുറച്ച് ഇട്ടിട്ടുള്ളൂ, 3 ഇട്ടിട്ടുള്ളൂ. ഇതിനെരിവില്ലേ? വേണ്ട വേണ്ട, ചിക്കനിൽ എരിവുണ്ട്. അപ്പൊ ഒക്കെ കൂടി ആവുമ്പോൾ ഭയങ്കര എരിവായി പോകും. അപ്പൊ അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ഫുഡൊക്കെ റെഡി. അപ്പൊ ഇനി ക്ലീനിങ് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. ടേസ്റ്റ് നോക്കാൻ പിന്നെ വരാം. നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചോ. അപ്പൊ ഇനി സ്റ്റീവനിങ് ഗ്രേസിന് എടുക്കാൻ പോകണം. പിന്നെന്തിട്ടാ, ഇന്ന് മുറ്റടിച്ചിട്ടില്ല. ഞാനിങ്ങനെ പുല്ല് വെട്ടണ കാരണം ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ലായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ആക്കണം. അകത്ത് ജസ്റ്റ് ഒന്ന് ഒതുക്കി പറക്കാനുള്ളൂ. അങ്ങനെ വലിയ പ്രശ്നം ഇതൊന്നുമില്ല. ഒന്ന് അടിച്ചാരി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അമ്മേനെ കുളിപ്പിച്ചില്ല കേട്ടോ. അമ്മേനെ കുളിപ്പിച്ചിട്ട് വേണം പിള്ളേരെ എടുക്കാൻ പോവാൻ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം എല്ലാവർക്കും ബൈ.